വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്തെ ദീദി കുറേ അധികം മുരിങ്ങാക്കോല് കൊണ്ടുവന്ന് തന്നായിരുന്നേ. പക്ഷെ എല്ലാം അങ്ങ് നന്നായിട്ട് മൂത്ത് വിളഞ്ഞതായിരുന്നു. പക്ഷെ അത് നമുക്ക് കറിയിലിട്ട് കഴിഞ്ഞാൽ വെറുതെ ഒന്ന് വായിലിട്ട് ചവച്ചിട്ട് കളയാന്നേ ഉള്ളൂ, ഒരു കാര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചു കയ്യോടെ കൊണ്ടുവന്നതല്ലേ, കയ്യോടെ തന്നെ ഒരു തോരൻ അങ്ങ് വെക്കാമെന്ന്. അപ്പം അതിൻ്റെ ഉള്ളിലത്തുള്ള ഫുള്ള് സീഡൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇങ്ങനെ ചിരണ്ടി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചു. കഴുകിയിട്ട് കുറച്ച് എണ്ണയും കടുകും പൊട്ടിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു. പിന്നെ അതിലോട്ട് ഒരു പച്ചമുളക് കീറിയതും പിന്നെ കുറച്ച് തേങ്ങ ചിരകിയതും വെളുത്തുള്ളി ഉണ്ടെങ്കിൽ വെളുത്തുള്ളി നമുക്ക് പൊടിച്ചിട്ട് ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ നമ്മുടെ ഈ ഒരു തോരൻ റെഡി. കണ്ണിനായാലും നമ്മുടെ ശരീരത്തിനും അതുപോലെ മുടിക്കൊക്കെ നല്ലതാണ് ഈ ഒരു മുരിങ്ങാക്കോല് തോരൻ. മുരിങ്ങാക്കോല് എന്ന് വെച്ചാൽ അടിപൊളിയാണ്, നമുക്ക് ഏത് കറിയിലും ഇടാം. പക്ഷേ ഇത് വിളഞ്ഞതായതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നേ. നമുക്ക് കഞ്ഞിയുടെ കൂടിയും അതുപോലെ ഈ ഒരു കറി കൂട്ടിയിട്ട് മാത്രം നമുക്ക് ചോറൊക്കെ കഴിക്കാം. കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.